പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2024 വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് കിട്ടിയത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമുണ്ടാവില്ല. ഞാനത് വളരെ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്തിരുന്ന ഒരാളാണ്. നിരവധി സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സീറ്റ് കുറയും എന്ന് ഞാൻ ക്രൈം നന്ദകുമാറിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് 1.5 മാസം മുമ്പ് തന്നെ കൃത്യമായി പറഞ്ഞൊരാളാണ്. അന്ന് തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 303 സീറ്റിൽ നിന്ന് ആദ്യം നമുക്കറിയാം 2014 ബി ജെ പി കിട്ടിയത് 282 സീറ്റാണ്. 2019 വരുമ്പോൾ അത് 303 സീറ്റുകളായി ബി ജെ പിക്ക് ഉയർത്താൻ കഴിഞ്ഞു. അതായത് കേവല ഭൂരിപക്ഷം നേടിയെന്ന് മാത്രമല്ല നല്ല മജോറിറ്റിയിലേക്ക് ബി ജെ പി എത്തി. പക്ഷെ അതിൽ നിന്ന് 2024 വരുമ്പോൾ 63 സീറ്റുകളിൽ കുറവുണ്ടായി 240 സീറ്റുകളിലേക്കാണ് എത്തിയത്. ഈ 240 സീറ്റുകളിലേക്ക് ബി ജെ പി തകർന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തളർന്നു എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടായിട്ടുള്ള ഒരാൾ നമുക്കറിയാം നരേന്ദ്രമോദിക്ക് കൂടിയാണ്. കാരണം മോദിയുടെ ഒരു യുഗം അവസാനിക്കുന്നു, ഒരു മോദി പ്രഭ അവസാനിക്കുന്നു എന്നൊക്കെ എല്ലാ പത്രങ്ങളും വന്ന് എഴുതിയിരുന്നു. മോദി ഈ കൊളീഷൻ ഗവൺമെൻറ് ഒരു മുന്നണി സംവിധാനത്തെ മാനേജ് ചെയ്യാൻ കഴിയുമോ, അതിന് അദ്ദേഹത്തിന് കേപ്പബിലിറ്റി ഉണ്ടാകുമോ, കാരണം ഇതൊക്കെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാൾക്ക് പറ്റുന്ന കാര്യമാണ് എന്ന് പറയുന്ന പല വിമർശനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്ന് തന്നെ ഒരു വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിരുന്നു മോദി ഇത്തരത്തിൽ ഫ്ലെക്സിബിൾ ആകുമെന്നും അദ്ദേഹം കൂട്ടുകക്ഷി മന്ത്രിസഭയൊക്കെ നയിക്കാൻ പ്രാപ്തനായി തീരുമെന്നും കാരണം അധികാരം അതിനേക്കാളൊക്കെ വലുതായതുകൊണ്ട് അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കൊക്കെ തയ്യാറാകുമെന്നും കൂടി പറഞ്ഞിരുന്നു. കൂടാതെ അന്നത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇത് ഇപ്പോൾ മോദിക്കുണ്ടായിട്ടുള്ള തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ മോദിക്കകത്ത് ബി ജെ പിക്കകത്ത് തന്നെ വലിയ തോതിലുള്ള പടയൊരുക്കം നടക്കുന്നുണ്ട്, വലിയ തോതിലുള്ള പടലപ്പിണക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ബി ജെ പിക്കകത്ത് മാത്രമല്ല, നമുക്ക് കൃത്യമായി അറിയാമല്ലോ RSSനകത്തും തന്നെ മോദി വിരുദ്ധമായിട്ടുള്ള പല പ്രസ്താവനകളും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മണിപ്പൂർ എന്തുകൊണ്ടാണ് നിങ്ങൾ ശാന്തമാക്കാത്തത് എന്നുള്ളത് RSSൻ്റെ മോഹൻ ഭഗവത് തന്നെ ചോദിക്കുന്നൊരു കാര്യമുണ്ടായി. പിന്നെ റാം മാധവ് ലേഖനം എഴുതിക്കൊണ്ട് പലപ്പോഴും ഈ തിരിച്ചടി നല്ലതാണ് എന്ന് പറഞ്ഞുള്ള ലേഖനങ്ങൾ നമ്മൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കണ്ടു അദ്ദേഹത്തിൻ്റെ കോളത്തിൽ. ഇതുപോലെ തന്നെ പല RSSൻ്റെ നേതാക്കന്മാരുമൊക്കെ പല അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തി. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇനി അടുത്തത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നും ആ തെരഞ്ഞെടുപ്പുകളിൽ കൂടി ഒരു തിരിച്ചടി നേരിട്ടാൽ അത് മോദിയെ വല്ലാതെ എഫക്റ്റ് ചെയ്യുമെന്നും ബി ജെ പിക്കുള്ളിൽ തന്നെ വലിയ പടയൊരുക്കം നടത്തുമെന്നും ഒരുപക്ഷെ മോദിക്ക് കാലാവധി പൂർത്തിയാക്കാതെ മാറേണ്ടി വരും എന്നൊക്കെ തന്നെ നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. കാരണം അതിന് ശേഷം ഉണ്ടായിട്ടുള്ള പല തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ഇത്തരത്തിലുള്ളൊരു സൂക്ഷ്മത പുലർത്തുകയും RSSുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ചുവടുവെപ്പുകൾ നടത്തിക്കൊണ്ടാണ് നമുക്കറിയാം ഹരിയാന നേടിയത്. ആ ഹരിയാന നേടിയത് തന്നെ ഒരു വലിയ നേട്ടമായിരുന്നു. കാരണം എക്സിറ്റ് പോളുകളും പോസ്റ്റ് പോളുകളും എല്ലാം തന്നെ പ്രവചിച്ചിരുന്നത് ഏതാണ്ട് 90-ൽ 65 സീറ്റുകളോളം നേടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ്. അത് സംഭവിച്ചില്ല, നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അത്തരത്തിൽ വലിയ ഒരു വിജയം നരേന്ദ്രമോദിക്കുണ്ടായി. യഥാർത്ഥത്തിൽ മോദിയുടെ നിലനിൽപ്പിനെ അത് വളരെയധികം സഹായിച്ചു. രണ്ടാമത്തേത് നമുക്കറിയാം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം 5-ൽ 4 എന്ന് പറയുന്ന 5-ൽ 4 സീറ്റുകളിലും ബി ജെ പിയും അതുപോലെ മഹായുതി സഖ്യവും ഒക്കെ വിജയിക്കുന്ന കാര്യമുണ്ടായി എന്ന് മാത്രമല്ല ബി ജെ പി നിർത്തിയ സ്ഥാനാർത്ഥികളിൽ ഏതാണ്ട് 98% ജയിച്ചു വരുന്നൊരു കാര്യമുണ്ടായി. എന്ന് പറഞ്ഞാൽ അതിപ്രധാനമായിട്ടുള്ള നമുക്കിപ്പോൾ ജമ്മു കാശ്മീരും മറ്റ് ചില സംസ്ഥാനങ്ങളും ഒക്കെ ഒഴിച്ചു വെച്ചാൽ അതിപ്രധാനമായിട്ടുള്ള ഹരിയാനയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയും പോലെയുള്ള സംസ്ഥാനങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഡൽഹിയിൽ കഴിഞ്ഞ 10 കൊല്ലമായി ബി ജെ പിക്ക് സംസ്ഥാന ഭരണത്തിലേക്ക് എത്തി നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇത്തവണ ഡൽഹി കൂടി പിടിക്കാൻ കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദിയുടെ ഒരു നേതൃത്വത്തിന് അരക്കിട്ടുറപ്പിക്കുന്നതിന് തുല്യമാകും. നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും വലിയ സന്തോഷമാകും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. കാരണം യഥാർത്ഥത്തിൽ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം ചെറുതായി ആടിയുലഞ്ഞിരുന്ന ഈ നേതൃത്വ പദവികൾ വീണ്ടും തിരിച്ചു പിടിക്കാനും സംഘടനക്കുള്ളിലും സംഘപരിവാറിനുള്ളിലും അതിശക്തരാകാനും മോദിക്കും അമിത്ഷാക്കും ഒക്കെ കഴിയും. ഒരു ഘട്ടത്തിൽ JP നഡ്ഡ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കാരണം ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ബി ജെ പിയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ RSSനെ ഞങ്ങൾ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇപ്പോൾ ഞങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല എന്നുകൂടി പറഞ്ഞിരുന്നു ഏതാണ്ട് 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ്. പക്ഷെ അതുകൊണ്ടാണ് ചില തിരിച്ചടികൾ നേരിട്ടത്. കാരണം RSS പല സ്ഥലത്തും സൈലൻ്റ് ആയിരുന്നു. പക്ഷേ വീണ്ടും അതേ രീതിയിലേക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ജയിക്കാമെന്നുള്ള ലെവലിലേക്ക് ബി ജെ പിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും
ഒരു കൾട്ട് ഫിഗറായി എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ്, 2027-ലൊക്കെയാണ് ഇനി മിക്ക തെരഞ്ഞെടുപ്പുകളും വരാനിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പുകളിലൊന്നും BJPക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ ഡൽഹി കൂടി പിടിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വം അരക്കിട്ടുറപ്പിക്കുന്നതായിരിക്കാം. ഒരു തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് BJPയും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ വലിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അങ്ങനെ വിജയങ്ങൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അവർ തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷേ പലപ്പോഴും വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് മറന്നിരിക്കുന്നു. വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം ഹരിയാനയിലുണ്ടായിരുന്നു. അതുപോലെ 48 സീറ്റുകളിൽ 31 നേടിയത് നമുക്കറിയാം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യമാണ്. ഈ സഖ്യം നേടിയ വിജയങ്ങളൊന്നും ആവർത്തിക്കാൻ നിയമസഭയിലേക്ക് കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല, മറ്റ് സഖ്യകക്ഷികൾക്ക് കഴിഞ്ഞില്ല, ഇന്ത്യ മുന്നണിക്കും കഴിഞ്ഞില്ല. ഇത് കോൺഗ്രസിൻ്റെ വലിയ വീഴ്ചയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വലിയ വിജയവുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഡൽഹി കൂടി പിടിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ നേതൃത്വം അരക്കിട്ടുറപ്പിക്കുന്നതിന് തുല്യമായിരിക്കും.